പോയാൽ മതിയോ? ആ അപ്പൊ ഞാൻ യാ 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 ഇന്നുണ്ടാക്കിയ, അതായത് ഇന്ന് ഞാൻ ഒത്തിരി ചെയ്തില്ല. കാരണം ഞാൻ US 30 ആണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. ആഹാ അപ്പൊ ഗോൾഡും US 30യിലും അടിപൊളി ആവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് ഗോൾഡിന്റെ 2 ലോട്ട് രാവിലെ ചുമ്മാ സ്കാൽപ്പിങ് ചെയ്തു. ഓക്കെ അതാണ് 18-41 കാണുന്നത്. അടിപൊളി. പിന്നെ അല്ല ബ്രോ, നമ്മുടെ ഞാൻ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് സൈഡാക്കുന്നു, $1500 പ്രോഫിറ്റ് എടുക്കുന്നു. ആക്ച്വലി താങ്കൾ ആരാണ്? അല്ലല്ല, 3500 അല്ല. ഞാൻ ശരിക്കും സ്ക്രീൻഷോട്ട് അയച്ചില്ലേ, 6000 വരെ പോയി. പക്ഷെ നമ്മൾ SL ട്രയൽ ചെയ്യുമല്ലോ. അതെ അതെ. ഞാൻ ശരിക്കും അയച്ചിട്ടുണ്ട് ആ സ്ക്രീൻഷോട്ട്. അതായത് ഓക്കെ ചാർട്ട് ഉൾപ്പെടെ ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തേ ബ്രോ, ഞാൻ നേരത്തെ എനിക്ക് അയച്ചത്. അതെ, ബ്രോന് അയച്ച സ്ക്രീൻഷോട്ട് ഞാൻ എടുക്കാം. ഓക്കെ. അത് കണ്ടോ? ഇത് എൻട്രി ആണ് എന്റെ. TMC അല്ലേ ഫോളോ ചെയ്തത്? അതെ അതെ അതെ. വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് വരേണ്ട പ്രോഫിറ്റുകൾ സ്ക്രീൻഷോട്ട് എടുത്തെടുത്ത് പോയതാ. ആദ്യം 4205 ആയിരുന്നു, കാണാമോ? യാ യാ അതെ 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 അതെ. പിന്നെ ചാർട്ട് വീണ്ടും താഴത്തേക്ക് വരും. അപ്പൊ ഞാൻ SL ട്രയൽ ചെയ്തു. അപ്പൊ ഓക്കെ 5515 വെരി ഗുഡ്. 8509 പോയപ്പോ. പക്ഷെ ആഹാ 84 വരെ പോയി. അന്നേരമാണ് 6000. ആ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ പിന്നെ ബ്രോ. ഞാൻ SL ട്രയൽ ചെയ്തോണ്ട് ആ പിന്നെ 88 എന്തോ വെച്ചു. അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. എന്നാലും കുഴപ്പമില്ലല്ലോ. രാവിലെ എടുത്ത് പ്രോഫിറ്റ് എന്ന് കാണിക്ക്. ഒരു 6000 സംതിങ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങള്. അത് പല ട്രേഡിലായിട്ടല്ലേ. 1666 688 1428 258704598729. എന്നിട്ട് TMC അതായത് അടിപൊളി അല്ല. ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞല്ലോ, പരിചയപ്പെട്ടപ്പോ തൊട്ട് ഞാനൊരു കാര്യം പറയുന്നുണ്ടല്ലോ. സ്ക്രീൻഷോട്ടിങ് ഓഫ് ചെയ്തോ ബ്രോ? കുഴപ്പമില്ല. ഓക്കെ. അല്ല, പരിചയപ്പെട്ടപ്പോ തൊട്ട് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, കിട്ടുന്ന സപ്പോർട്ട് അനുസരിച്ച് ഭയങ്കരമായിട്ട് നമുക്ക് കയറി പോരാൻ പറ്റുന്നുള്ളത്. തീർച്ചയായും. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ ട്രൂസെൻസിന്റെ സപ്പോർട്ട്? നിങ്ങളുടെ ഒരു ഓപ്പൺ പിന്നെ ആയിട്ട് ഒരു അഭിപ്രായം ഭയങ്കരമായി. അല്ല, അറിയേണ്ടതുണ്ട്. ഞാനത് പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം. എന്നാലും ഞാൻ പറയാം. ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 500 രണ്ട് അക്കൗണ്ട് ആണല്ലോ പാസ്സാക്കി. മറ്റേ അതെ. അക്കൗണ്ടും 8000 കയറി നിൽക്കുക. 8000 8800. അതെ. അതിനകത്ത് എന്താ പറ്റിയെന്ന് വെച്ചാൽ, അതിനകത്തും ഇപ്പൊ എനിക്ക് ട്രേഡ് പോയായിരുന്നു വേണമെങ്കിൽ. ആ പക്ഷെ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരുന്നോണ്ടാ പറ്റിയ. അല്ലെ ഞാനിത് ഓപ്പൺ ട്രേഡ് ആയിട്ട് ക്ലോസ് ചെയ്ത് 6000 എടുത്തേനെ. വെരി ഗുഡ്. ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ബ്രോ? ബ്രോന് ബി ഫ്രാങ്ക് ഓപ്പൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്ക് എന്താണ്, ട്രൂസെൻസിന്റെ അഡ്വാൻസ് കോഴ്സിന്, ട്രൂ മണി കൺസെപ്റ്റ് TMCന്റെ അഡ്വാൻസ് കോഴ്സിന് 50,000 rupees ആണ് നമുക്ക് ഇപ്പൊ കോസ്റ്റ് വരുന്നത്. ആ ഒരു സ്ട്രാറ്റജി കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബ്രോന് ഈ പ്രോഫിറ്റും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതെ ആ അതെ. 50,000 നമ്മുടെ ആ ഒരു പ്രൈസ് എന്ന് പറഞ്ഞത് ഭയങ്കര കൂടുതലാണോ കുറവാണോ? ബ്രോന്റെ ഞാൻ അഭിപ്രായം പറ. ഒരിക്കലും അത് കൂടുതലാന്ന് പറയില്ല. പിന്നെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചല്ലേ. കാരണം ഞാൻ അതിനകത്ത് സത്യസന്ധമായിട്ട് പറഞ്ഞ 1000 രൂപയ്ക്ക് വരെ കോഴ്സ് വിൽക്കുന്നവരുണ്ട് മാർക്കറ്റിൽ അതെ നമ്മൾ നോക്കാം. അതെ. അത് ആളുകൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ലീസ്റ്റ് ആയിരിക്കുന്ന എമൗണ്ട് എന്നുള്ളതാണല്ലോ. തീർച്ചയായും തീർച്ചയായും അങ്ങനെയുള്ള തീർച്ചയായും. നമ്മുടെ മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേഷൻസ് ഒത്തിരി ഉള്ളതുകൊണ്ട് എന്തായാലും. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. പക്ഷെ ഇത്ര വലിയ കോസ്റ്റ് കൊടുത്തിട്ടൊക്കെ ചില ആൾക്കാരെ കോഴ്സുകൾ വാങ്ങിച്ചിട്ട് നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് പറയാറുണ്ട്, അതിന്റെ ഉള്ളിൽ പഠിച്ചു നോക്കുമ്പോഴത്തേക്കും ഭയങ്കര കട്ടിയാണ്, ഒന്നും മനസ്സിലാകുന്നില്ല, ഒരു എന്താ പറയുക, റിസൾട്ട് ഇല്ലാന്ന്. കോഴ്സ് ബ്രോന്റെ എടുത്തു വോയിസ് പോയി ബ്രോ. കഴിഞ്ഞിട്ടും ആ ഇപ്പൊ ഓക്കെ. ഹലോ. കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ടും റിയൽ ആയിട്ട് ചെയ്ത് നോക്കിയാലാണല്ലോ കോഴ്സിൽ സ്പെൻഡ് ചെയ്ത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതെ അല്ലാതെ നമ്മൾ കോഴ്സ് വെറുതെ ഇരുന്നിട്ടും കാര്യമില്ല. മിക്ക ആളുകൾ കോഴ്സ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. അതാ. വോയിസ് നന്നേ കുറഞ്ഞു പോയി ക്ലെമന്റ് ബ്രോ. ഇപ്പോഴോ? ഇപ്പൊ ക്ലിയർ ആണ്. എനിക്ക് തോന്നുന്നത് നെറ്റ്വർക്കിന് എന്തോ ഇഷ്യൂ ആണ്. നെറ്റിന്റെ വിഷയം. അപ്പൊ ഞാൻ എന്തായാലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്റെ 2 അക്കൗണ്ടും നല്ല പ്രോഫിറ്റിലാണല്ലോ. നിങ്ങളുടെ ചിരി കണ്ടാൽ തന്നെ അത് മനസ്സിലാകുന്നുണ്ട് ബ്രോ. അതിന് പിന്നെന്താ വേണ്ടേ നമുക്ക്? അതെ അതെ അതെ. അല്ല, ഇന്ന് തന്നെ കയറിയ പ്രോഫിറ്റ് ഞാൻ പിന്നെ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ കടിച്ചു പിടിച്ചിരുന്നോണ്ട് കുറെ ട്രേഡ് മിസ്സായി. കാരണം US 30 ഒക്കെ 400 470 വരെ ഉള്ളത് ഞാൻ വരച്ചിട്ടതായിരുന്നു. ഓക്കെ അതൊക്കെ വേണമെങ്കിൽ എടുക്കായിരുന്നു, പക്ഷെ എടുത്തില്ല. വെരി ഒറ്റ ഗുഡ്. ലോട്ടിൽ തന്നെ ചെയ്താലും 700 കയറി വരുമല്ലോ. അതൊന്നും എടുത്തില്ല. അതെ അതെ. എന്നുവെച്ചാ കോഴ്സ് നമ്മൾ എത്രയായി സ്റ്റാർട്ട് ചെയ്ത് ക്ലെമന്റ് ബ്രോ? എനിക്ക് തോന്നുന്നു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫണ്ടഡ് അക്കൗണ്ട് വരുന്നത്. അതെ അതെ.
അപ്പൊ ഒരു ഫെബ്രുവരി 25 ഒരു സൺഡേ ആണ് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കണം. ഓൾമോസ്റ്റ് 1 മന്ത് പിന്നല്ലേ കഴിയുന്നില്ലേ? പിന്നല്ലേ പിന്നല്ലേ നമ്മൾ സംസാരിച്ചു. അതിനുശേഷമാണ് ഞാൻ ഫണ്ടഡ് അക്കൗണ്ട്. ആ ഫണ്ടഡ് അക്കൗണ്ടിന് ശേഷം 13 ദിവസം കഴിഞ്ഞാണ് അടുത്ത ഫണ്ടഡ് അക്കൗണ്ട്. അടുത്ത ഫണ്ട് അക്കൗണ്ട് 5 ലാഖിന്റെ ഫണ്ട് അക്കൗണ്ട് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നത്. അതെ 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 അതെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ പിന്നെ ആ ഒരു മാസം കൊണ്ട് തന്നെ ഉള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉറപ്പായിട്ടും. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ലൈവ് അക്കൗണ്ടിൽ തന്നെ ഇത്രയും പോയായിരുന്നെങ്കിൽ. സെറ്റ് അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട്? വാല്യൂ ഫോർ മണി തന്നെയല്ലേ കോഴ്സ്? ട്രൂ മണി പിന്നെ കൺസെപ്റ്റ്. ഉറപ്പായിട്ടും. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, വേറെ ആരും ചോദിച്ചപ്പോൾ എന്റെ നമ്പർ റെഫറൻസിന് കൊടുത്താൽ പോലും കുഴപ്പമില്ല. താങ്ക് യു ബ്രോ. അപ്പൊ നമുക്ക് എത്രയേ ഉള്ളൂ. കാരണം നമുക്ക് ഈ ഒരു സെഷൻ വെച്ചതിന്റെ ആവശ്യം തന്നെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങള് 100% വീഴ്ത്തിയാന്ന് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം ഇത് നമ്മൾ അതെ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സ്ട്രാറ്റജിയാണ്. അപ്പോ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് നമുക്കറിയണം. ഓക്കെ. അതെ പിന്നെ അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്താനുണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയാകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നല്ലതിന് നല്ലത് എന്ന് തന്നെ നമുക്ക് പറയണം. പിന്നെ മോശത്തിന് ഉറപ്പായിട്ടും. എന്തെങ്കിലും ഒരു കാരണം ഞാൻ ഇമ്പ്രൂവ്മെന്റ് വേണമെന്ന് പറയണം. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലല്ലാതെ ഫോറക്സിൽ ഫസ്റ്റ് ട്രേഡ് എടുക്കുന്നത് മാർച്ച് 1-നാണ്. അത് ശരി. ഈ മാർച്ച് 1-ന് പിന്നെ ഈ മാർച്ച് 1-ന് എടുക്കുന്നത് അതായത് ഫണ്ടഡിലെ പറഞ്ഞോ. എന്ന് വെച്ചാ ഇപ്പൊ ഇന്നത്തേക്ക് 27 ദിവസം. അതെ ഉറപ്പായിട്ടും. ഇന്ന് മാർച്ച് 27 എന്ന് വെച്ചാൽ 27 ദിവസം കൊണ്ട് ആണ് ബ്രോ ആ അടിച്ച് തൂക്കിയ പ്രോഫിറ്റ് മുഴുവൻ. പിന്നെ റിയലി അപ്രീഷിയേറ്റിംഗ് ബ്രോ. ഇതിൽ കൂടുതൽ എന്താ അല്ല, നമുക്ക് കേൾക്കാന്? ആദ്യം പറഞ്ഞ ഓർക്കണ്ട, നമ്മൾ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞ ഓർക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ടീമായിട്ട് പോകണമെന്ന് പറഞ്ഞില്ലേ, അതിന് കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ആദ്യം കോഴ്സ് പഠിച്ച് സെറ്റ് ആവുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ തന്നെ എനിക്കൊരു തീർച്ചയായും. കണ്ടീഷനായിരുന്നു സാധനം ഫോറക്സിൽ ഒരു അടിപൊളി കാര്യം നടക്കണം എന്നുള്ളത്. യെസ് യെസ്, ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹമാണ്. ഭൂരിഭാഗം ആൾക്കാരും ആ ആഗ്രഹം ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ നിൽക്കുക ചെയ്യാം. കാരണം ഈ ഫോറക്സിൽ ഈ ഒരു മാർക്കറ്റ് ഈ ഒരു ഇതിന്റെ പ്രത്യേകത ഉടായ്പകൾ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആൾക്കാർക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ പാസിംഗ് എന്ന് പറഞ്ഞ് തന്നെ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്, എന്നിട്ട് അക്കൗണ്ട് കളയുന്ന. പിന്നെ നമ്മളെങ്ങനെ ഉണ്ടായിരുന്നു പാസ് ചെയ്യുന്ന സമയത്ത്? പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് 1 മില്യൺ അക്കൗണ്ട് പോലും ആൾക്കാരെ ട്രസ്റ്റ് ചെയ്ത് പിന്നെ പ്രൂഫൻസിനെ ഏൽപ്പിച്ച് തരുന്നത്. പിന്നെ ഉറപ്പായിട്ടും. ചെയ്യുന്ന അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് അടിപൊളിയായിട്ടും ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് ഇതുവരെ ആയിട്ട് ഒരു ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബ്രോന്റെ അടുത്ത് ചോദിക്കുന്നത്, നമുക്ക് ഈ ഒരു വീഡിയോ ആയി കഴിഞ്ഞാലും ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന വീഡിയോ ആയി കഴിഞ്ഞാലും നമുക്ക് എന്താണ് ഒരാൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ട് ഒരു പേഴ്സൺ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ബ്രോ? ഇല്ല. ഓക്കെ ബ്രോ, താങ്ക് യു. എന്തായാലും ഇതിനെ പറ്റിയിട്ട് ഒരു കൺക്ലൂഷൻ ഒന്ന് പറയാമോ? നമുക്ക് ഇതിന് വരുന്നതിന് മുന്നേ ബ്രോനുള്ളത് ഒരു മാനസികാവസ്ഥയും അതുപോലെ തന്നെ ട്രൂസൻസിന്റെ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇത് നടപടിയാവോ എന്നുള്ളൊരു കൺസെപ്റ്റ് എന്തായാലും ഒരാളുടെ മൈൻഡിൽ ഉണ്ടാവും. അപ്പോ അതും ഇപ്പോഴുള്ളതും തമ്മിലുള്ളൊരു അല്ല, ആദ്യത്തെ കമ്പാരിസൺ. ഒരു സമയത്ത്, കാരണം ഇന്ത്യൻ മാർക്കറ്റിലും ഫോറക്സിൽ ചെറുതായിട്ട് നമ്മൾ ചെയ്തു പോകുമ്പോൾ ഞാൻ ഈ ഒരു മൈൻഡ് സെറ്റിലായിരുന്നില്ല. ഓക്കെ. പക്ഷെ ആ കോഴ്സ് വരുന്നു, അതിനകത്ത് ഈ SMC കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണല്ലോ കോഴ്സ് അവതരിപ്പിച്ചേണേ. പക്ഷെ ഞാൻ തീർച്ചയായും. മനസ്സിലാക്കുന്നു, അതായത് ഡെയിലി അപ്ഡേഷൻസ് വരുന്ന ഒരു കാര്യമാണല്ലോ എപ്പോഴും മാർക്കറ്റ്. അപ്പോ അതിനകത്തൊരു എന്റെ ഒരു അഭിപ്രായം പോലെ പറയണേ, നിങ്ങളത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതായത് ഇടയ്ക്ക് അപ്ഡേഷൻസ്, ഇപ്പൊ ഒരു എൻട്രികളിലും പല സ്ട്രാറ്റജികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ സാധനം അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്, പക്ഷെ നിങ്ങൾ അതിന്റെ പുറകിൽ ചെയ്യുന്നുണ്ടെന്നറിയാം. എന്നാലും ഞാനിത് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുക, അതായത് അപ്ഡേഷൻസ് നിങ്ങൾ വരുത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ എൻട്രികളിൽ അതായത് സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ഹണ്ട് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന RRലേക്ക് ട്രേഡുകൾ പോകാറുണ്ട്, അല്ലെ? അപ്പോ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ലോസിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ജസ്റ്റ് നടത്തിയാൽ നമ്മുടെ RRലേക്ക് സാധനം പൊക്കോളൂ? ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകുമെങ്കിൽ മാത്രമാണല്ലോ സ്റ്റോപ്പ് ലോസ് കൂട്ടി വെക്കുന്നതുകൊണ്ട് പ്രശ്നമുള്ളൂ. സ്റ്റോപ്പ് ലോസ് കൂട്ടി വെക്കുന്നത് കൊണ്ട് അത് എൻട്രീനെ സഹായിക്കണേ, അല്ലെങ്കിൽ റിവാർഡിനെ സഹായിക്കണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൂട്ടി വെക്കണേ, എന്നാ കുഴപ്പം? പിന്നെ ഉറപ്പായിട്ടും അത് ഒത്തിരി കാര്യങ്ങൾ മാറ്റും. പിന്നെ ഒത്തിരി മാനിപ്പുലേഷൻസ് ഫോറക്സിൽ ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഞാൻ ഇന്ന് വരെ കറൻസി പെയർ തൊട്ടിട്ടില്ല. കറൻസി പെയർ പഠിക്കാൻ വേണ്ടി 0.01 ഇട്ട് ചെയ്തു എന്നല്ലാണ്ട് കറൻസി പെയറേയും തൊട്ടിട്ടില്ല. US30, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിപ്പോ തുടക്കക്കാരോടാണെങ്കിൽ ഞാൻ പറയാം, US30 ഗോൾഡിലും കറക്റ്റ് ആയിട്ടുള്ള എൻട്രി പഠിച്ചാൽ മാത്രം മതി. ഒരു ദിവസം 24 മണിക്കൂറൊന്നും ഇരിക്കണ്ട.
കാരണം ഒരുപാട് ആൾക്കാർക്കുള്ള ടെൻഷനാണ് നമുക്ക് ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വോളറ്റിലിറ്റി കാണുന്നതാണ് നമുക്ക് ഗോൾഡിൽ. അപ്പോൾ ആൾക്കാർക്ക് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഫോറക്സ് എന്ന് പറയുമ്പോൾ കൈവെക്കാൻ പേടിയാണ്, ഒന്നാമത്തെ അതെ. കാര്യം. രണ്ടാമത്തെ കാര്യം ഗോൾഡ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പാനിക് ആവുക ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയാ, ബ്രോന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ രണ്ട് കാര്യത്തിനും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഇല്ല മുന്നോട്ട് ഇല്ല ഇല്ല. പോകുന്നതാണെങ്കിൽ അതായത് നമ്മുടെ ലോട്ട് സൈസ് കറക്റ്റ് ആക്കുക, റിസ്ക് മാനേജ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ സിമ്പിൾ. പറയാം, അതായത് നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാ ഈ കറൻസി പെയർ റിസ്കിൽ ഏറ്റവും താഴെയാണെങ്കിൽ കുറച്ച് റിസ്ക് മേളിലാണ് USD. ഏറ്റവും റിസ്ക് ആണ് ഗോൾഡ്. കാരണം ലോട്ട് സൈസിന്റെ ആ വ്യത്യാസം കൊണ്ടേ ഇപ്പൊ മറ്റേ നമ്മുടെ കറൻസി പെയറിൽ 1 ലോട്ട് എടുക്കണേ അതേ ഫീൽഡിൽ ഗോൾഡിൽ 1 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. സീന് മാറും. മൂവ്മെന്റിന്റെ വ്യത്യാസമുണ്ട്. അതിന്റെ മിഡിലിൽ നിൽക്കും USD. അതെ 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 അതെ, തീർച്ചയായും. പിന്നെ അതുപോലെ കോഴ്സ് എങ്ങനെ, ഭയങ്കര ഹാർഡാണോ, പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അതല്ല, അതിനകത്ത് റെക്കോർഡഡ് സെഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വേണമെങ്കിൽ നോക്കാവുന്നതല്ലേ ഉള്ളൂ. ഡെഫിനറ്റ്ലി ബ്രോ, ഡെഫിനറ്റ്ലി ബ്രോ. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്താ ഒന്നുകൂടി കണ്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും തീർച്ചയായും ഒരു സൗകര്യം അല്ല, ഉണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഞാൻ പറയാം, ഏത് സമയത്ത് വിളിച്ചാലും ഫോണിൽ അവൈലബിൾ. കാരണം ഞാൻ 12:30 വിളിച്ച സമയമുണ്ട്, ഞാൻ ഇന്ന് ഓർക്കണ്ടേ. അപ്പൊ അത് അവിടെയാണ് ഒരു വ്യത്യാസം നിൽക്കുന്നത്. അതിനകത്ത് കോഴ്സും ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഇപ്പൊ ഒരു കോഴ്സും പഠിക്കാതെ പക്ക മെന്റർഷിപ്പ് കൊണ്ട് മാത്രം പ്രോഫിറ്റ് എടുക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറയണ ഒരു സപ്പോർട്ട്, ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റക്കായി നിൽക്കണം, എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട് ഇതിനകത്ത് നിങ്ങളെ വെല്ലാൻ ആരും ഇല്ല എന്നുള്ളത് ഞാൻ 100% പറയാം. താങ്ക് യു ബ്രോ, അത് താങ്ക് യു ഞാൻ സോ എന്റെ മച്ച്. എക്സ്പീരിയൻസ്, അതായത് അങ്ങനെയാണ്. അത് ഇന്ന് പോലും ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചപ്പോൾ എനിക്കുണ്ടായ ആ ഒരു അനുഭവം എനിക്കറിയാലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് എടുത്ത് പിടിച്ചോ ആ ഒരു സംസാരം ഇല്ല എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. യെസ് ഓർ നോയ്ക്ക് ഒരു ക്ലാരിറ്റി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണല്ലോ. തീർച്ചയായും ബ്രോ. ഉം. കാരണം നമുക്ക് ഒന്നും ഹൈഡ് ചെയ്യാനില്ലായിരുന്നു, നമ്മളെല്ലാം അതെ, ട്രാൻസ്പെറന്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ഇൻ കേസ് എന്തെങ്കിലും ബിസി ആണെങ്കിൽ പോലും ഞാൻ ബ്രോന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബ്രോ ഞാൻ ഇച്ചിരി പിന്നെ ബിസിയാണ്, തിരിച്ച് വിളിച്ചോട്ടെ. അല്ല, അത് ആദ്യത്തെ കഴിഞ്ഞ് പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോൾ 11:30 മറ്റേ പർച്ചേസ് നടന്ന സമയത്ത് 11:30 ഡ്രൈവിംഗ്, എന്നിട്ട് 10 പ്രാവശ്യം മറ്റേ സാധനം റിജക്ഷൻ ആവുക. തീർച്ചയായും തീർച്ചയായും, ഞാൻ ഡ്രൈവിംഗ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ നിങ്ങൾ ഓരോ തവണ വിളിക്കുമ്പോഴും ഞാൻ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇൻഡിക്കേറ്റർ അല്ല, ഇട്ട് സൈഡ് ആക്കി. ഇന്നേ അതേ അനുഭവമായിരുന്നു എനിക്ക് ഗോൾഡിന്റെ കാര്യത്തില്. ഓക്കെ, നമ്മുടെ സപ്പോർട്ട് എന്തായാലും എല്ലാ ടൈമിലും ഉണ്ടാവും ബ്രോ, നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ. കാരണം എന്തെങ്കിലും ഇപ്പൊ ഡ്രൈവിംഗോ ചിലപ്പോൾ ഇതുപോലെ തന്നെ ആരുടെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ ട്രെയിൻ എടുക്കുകയോ ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് പിന്നെ ടൈം ടു ടൈം റിപ്ലൈ തരാതിരിക്കാൻ വേണ്ടി പറ്റും. അത് ഓൾറെഡി ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞത് അതാണ്. പിന്നെ എന്റെ ഒരു ചെറിയ ഉറപ്പായിട്ടും. ഡിലേ വന്ന ബുദ്ധിമുട്ട് വിചാരിക്കരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ടും നിങ്ങൾക്ക് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, റൈറ്റ്? ഓക്കെ ബ്രോ, എന്തായാലും ക്ലവന്റ് ബ്രോ ഇത്രയധികം സമയം തന്നതിന് വളരെയധികം നന്ദി, കാര്യങ്ങൾ പറഞ്ഞാലും. അപ്പോ നമ്മൾ എന്തെങ്കിലും ഇത് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ഒരു വീഡിയോനെ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് പറയുന്ന ബുദ്ധിമുട്ടില്ലല്ലോ ബ്രോ? ഇല്ലെന്നേ, ഞാൻ നിത്യപ്രകാശം. പറഞ്ഞില്ല, എന്നെ വിളിച്ചോളാൻ നമ്പർ കൊടുത്താലും കുഴപ്പമില്ല. താങ്ക് യു ബ്രോ. ഓക്കെ, അത്ര കേൾക്കട്ടെ ബാക്കി. ഓക്കെ, എന്തായാലും ബാക്കിയിലേയും കൂടി സെറ്റ് ആക്കി ബ്രോ. ഞാൻ നേരത്തെ പറഞ്ഞൊന്നും മറക്കണ്ട, എപ്പോഴും ഫണ്ടഡ് അക്കൗണ്ടിൽ മിനിമം പ്രോഫിറ്റ് കാര്യങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകാൻ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ നമുക്ക് എപ്പോഴും ഒരു സേഫ് ലെവലിൽ നിന്ന് കളിക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ ടിപ്പുകളൊക്കെ, അപ്പൊ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സേഫ് ലെവലിൽ നിന്നിട്ട് എന്താക്കുക, ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ടേക്ക് പോവാം. അതെ. ഒറ്റയടിക്ക് നമ്മൾ തുള്ളി കയറാൻ നോക്കുമ്പോഴാണ് നമ്മൾ മറ്റേ അടിയേറ്റിട്ട് വീഴുന്നത്. അതെ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ മുന്നോട്ട് പോയി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രം പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഉറപ്പായിട്ടും. ഓക്കെ, വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ബ്രോ. സെറ്റ് ഓക്കെ, ആക്കേ. ശരി. ഓക്കെ ബൈ.